ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു പറാത്ത തയ്യാറാക്കിയിട്ടെടുക്കാം കേട്ടോ. ആലു പറാത്ത ഒക്കെ ഉണ്ടാക്കിയിട്ടെടുക്കണ പോലെ തന്നെയാണ് ഇതും തയ്യാറാക്കിയിട്ടെടുക്കുക. മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഈ ഒരു മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള പറാത്ത എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ പറാത്ത തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരല്പം ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ട് ഇത് കുഴച്ചിട്ടെടുക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കണ പോലെ നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 3 സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഉടച്ചുകൂടെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ സവാളയാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലോണം കനം കുറച്ചിട്ട് വേണം കേട്ടോ സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചെറുതാക്കിയിട്ട് തന്നെ വേണം കട്ട് ചെയ്തിട്ട് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ്. ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. നമ്മളൊരു കിഴങ്ങിലും അതുപോലെ തന്നെ മാവിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കസൂരി മേത്തിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് നല്ലോണമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ഫ്ലേവറൊക്കെ ഇതിലിറങ്ങുക. ഇനി ഒരു അല്പം മല്ലിയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക, അതല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചപ്പാത്തിക്കല്ലിൽ ഒരല്പം ഗോതമ്പ് പൊടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എടുക്കില്ല, ആ ഒരു പരുവത്തിൽ ഒരെണ്ണം എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചെറിയൊരു ബോൾ പോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം കുറച്ച് പൊടി കൂടെ വിതറി കൊടുത്തിട്ട് ഇതും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഒത്തിരി ഇങ്ങനെ ബലം കൊടുത്തിട്ട് പരത്തിയെടുക്കരുതിട്ട്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ നല്ലോണം ഇത് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ടെടുക്കാം. എല്ലാതും ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നും വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡ് നല്ലോണമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും എടുക്കാം. അപ്പോൾ ബട്ടർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പറാത്ത ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള പറാത്ത ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു മധുരം അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം ചെറിയൊരു എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു പറാത്തയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ട് വേറെ ഒരു കറി ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മധുരക്കിഴങ്ങിന് പകരമായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്കൊക്കെ വളരെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്